കേരളത്തിലെ CPM എന്നല്ല, ഈ കേരളത്തിലെ ഒരു കുഞ്ഞു പോലും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പേടിക്കുന്നില്ല. എങ്ങനെ പേടിക്കുന്നുണ്ട്? നാളെ ഏതെങ്കിലും സ്ത്രീകളെ ഈ പറഞ്ഞ തെരുവിൽ ഇയാൾ കയ്യേറ്റം ചെയ്യുമോ അല്ലെങ്കിൽ അപമാനിക്കുമോ പീഡിപ്പിക്കാൻ ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ സ്വാഭാവികമായും പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ പോകേണ്ട സ്ഥലം ജയിലാണ്, സെൻട്രൽ ജയിലാണ്. അവിടേക്ക് സ്വാഭാവികമായും അയാൾ എത്തും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങേ പോലുള്ള ഒരാളൊന്നും ഇവരെയൊന്നും ന്യായീകരിക്കാൻ വന്നിവിടെ ഇരിക്കരുത്. കാണുന്ന ആളുകൾ കരുതും അങ്ങേക്കും അതേ നിലപാടാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങേ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ചോദിക്കുമ്പോൾ അദ്ദേഹം മുകേഷിന്റെ കാര്യമാണ് പറയുന്നത്. സഞ്ജീവ്, ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ സഞ്ജീവിനോട് CPM-നോട് അഭിപ്രായം തേടാൻ കാരണം, ഇല്ലെങ്കിൽ ഈ ചർച്ചയിലുടനീളം അദ്ദേഹം മുകേഷ് 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 എന്ന് മാത്രം പറയുകയും കാതലായ വിഷയത്തിൽ മറുപടി പറഞ്ഞ് ഒഴിയാതിരിക്കുകയും ചെയ്തു. എത്ര ദുർബലമായിട്ടുള്ള ഒരു വാദമാണ് സാർ അങ്ങ് ഉയർത്തുന്നത്. മുകേഷിന്റെ കേസ് അങ്ങ് എത്ര ദുർബലമായ ഒരു വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നത്. കുറച്ചും കൂടി എന്തെങ്കിലും പുതുതായി വല്ല കഥയും ഉണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ കമന്റൊക്കെ വായിക്കുമ്പോൾ ഇതുവരെ കേൾക്കാത്ത പുതിയ കഥകളൊക്കെ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അതുപോലുള്ള വല്ലതും പറയാന്നല്ലാതെ മുകേഷുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പരാതി കൊടുത്ത ആളിപ്പോ എവിടെയാണുള്ളത്? അയാൾ ഒരു ജയിലിലാണുള്ളത്. ക്രെഡിബിലിറ്റിയോട് കൂടി കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങൊരു മാധ്യമ പ്രവർത്തകനാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ക്രെഡിബിലിറ്റിയോട് കൂടി സംസാരിക്കണം. മുകേഷുമായി ബന്ധപ്പെട്ട് CPM കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായി ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ആ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായി ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മളിപ്പോ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്രെഡിബിലിറ്റി പ്രശ്നമുണ്ടല്ലോ. ആ ക്രെഡിബിലിറ്റി ഉൾപ്പെടെ നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ പരിശോധന നടത്തുമ്പോൾ കേരളത്തിലെ ഇപ്പോൾ ആരോപണം വന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു എന്നത് കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇരയെ അപമാനിക്കുന്നതിലേക്ക് പോകേണ്ട. CPM-ന്റെ നിലപാട് അത് സഞ്ജീവ് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. അതിൽ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതിൽ ഇരയെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നവും ഞങ്ങൾക്കില്ല. അവര് അതുമായി ബന്ധപ്പെട്ട് അവരുടെ പരാതി പറഞ്ഞു. ആ പരാതി ആ നിലയിൽ തന്നെ CPM കണ്ടു. CPM അതിനെ നേരിടാൻ തയ്യാറായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുമ്പോൾ തുലനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്തു തന്നെ വന്നാലും അത് നേരിടും, അതിനെ ആ നിലയിൽ തന്നെ ഉൾക്കൊള്ളും, അതിനെ ആ നിലയിൽ തന്നെ കണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് CPM നിലപാട്. പക്ഷേ ഒരു കാര്യം കൂടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തെ കേരളത്തിലെ ഇതുവരെ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തുലനം ചെയ്യാൻ വേണ്ടി പോയിട്ട് അതിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ആലോചന നടത്തുന്നത് തന്നെ അബദ്ധജടിലമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ അന്വേഷിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പെരുമാറാൻ, സ്ത്രീകളോട് തെറ്റായ നിലയിൽ ഇടപഴകാൻ കഴിയുമോ എന്നുള്ളത് അങ്ങുൾപ്പെടെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ വക്കാലത്തുമായി അങ്ങേ പോലുള്ള ഒരാൾ ഈ പറഞ്ഞതുപോലെ മുകേഷിന്റെ പേരോ മറ്റേതെങ്കിലും ആളുടെ പേരോ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. മറിച്ച് ശരിയായ നിലപാട് ഉയർത്താൻ കോൺഗ്രസിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയത്തിന്റെ രാഷ്ട്രീയത്തെ അവരോട് തുറന്നു പറയാൻ, ഇത് തെറ്റാണെന്നും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ഒരു MLA ആയി തുടരാൻ അർഹതയില്ലെന്നും അയാൾ ഉടനടി ഈ നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങുകയും സ്വാഭാവികമായും ഈ കേരളത്തിന്റെ മനസാക്ഷിയോട് കേരളത്തോടും മാപ്പ് പറയണം എന്നുള്ളതും ഒരു അടിസ്ഥാന ആവശ്യമായെങ്കിലും ബാക്കിയുള്ള ശിക്ഷയുടെ കാര്യത്തൊക്കെ പുറകെ അത് നിയമത്തിന്റെ കാര്യമാണ്. പക്ഷെ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ തയ്യാറാവണം.